ഹലോ നമസ്കാരം. പൈത്തൺ ജാങ്കോ ഉപയോഗിച്ച് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബുക്കിംഗ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും സംസാരിച്ചത് എങ്ങനെ നമുക്ക് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, അതിലെങ്ങനെ ആപ്പ് ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഉള്ളിൽ വരുന്ന URL-ഉം അതേപോലെ വ്യൂസ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത വെർച്വൽ എൻവയോൺമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ, ഇതിൽ പ്രൊജക്റ്റ് വർക്ക് ചെയ്ത് പോകാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വെർച്വൽ എൻവയോൺമെൻറ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ കറണ്ട് നിൽക്കുന്ന ആ ഡയറക്ടറിയിൽ നിന്ന് നമുക്കൊന്ന് പുറത്തേക്ക് വന്നു. അതിനുശേഷം നമുക്ക് ആ വെർച്വൽ എൻവയോൺമെൻറ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പ്രൊജക്റ്റ് എന്നുള്ളതിലേക്ക് വീണ്ടും ഒന്ന് പോകാം. ഓക്കെ, ഇപ്പോൾ നമ്മളെ പ്രൊജക്റ്റ് ഓപ്പണായി. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ടെംപ്ലേറ്റ്സ് ആഡ് ചെയ്യാം, അതേപോലെ തന്നെ ഇതിലേക്ക് സ്റ്റാറ്റിക്സ് എങ്ങനെ ആഡ് ചെയ്യാം എന്നതിനെക്കുറിച്ച്, സ്റ്റാറ്റിക് ഫയലുകൾ എങ്ങനെ ആഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ വന്ന് ടെംപ്ലേറ്റ്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഈ പ്രൊജക്റ്റ് എന്ന ഫോൾഡറിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ആ ഫയലിൻ്റെ പേര് നമ്മൾ ടെംപ്ലേറ്റ്സ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേ പേര് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ടെംപ്ലേറ്റ്സ് എന്നുള്ള ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു ഇൻഡെക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫയൽ നമ്മൾ തുടർന്ന് വരുമ്പോൾ ഡിലീറ്റ് ചെയ്യൂ. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ഇൻഡെക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ H1 എന്നുള്ളൊരു ടാഗ് ഇട്ടതിന് ശേഷം വെൽക്കം ടു ജാങ്കോ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം സേവ് ചെയ്തു. അതിനുശേഷം നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിനുള്ളിലെ സെറ്റിങ്സ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ ഈ ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ ഡയറക്റ്റ് എന്നൊരു ഭാഗമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ആ ടെംപ്ലേറ്റ്സിൻ്റെ പേര് നമുക്കിവിടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വന്ന് ടെംപ്ലേറ്റ്സ് എന്ന പേരും ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ വ്യൂസ് എന്നുള്ള പേജിലേക്ക് പോവാം. അതായത് നമ്മൾ ആപ്സിൻ്റെ ഉള്ളിൽ വ്യൂസ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ വന്ന് HTTP റെസ്പോൺസ് എന്നുള്ളതിന് പകരം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ടെംപ്ലേറ്റ്സ് ആണ് നമുക്കിവിടെ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ റിട്ടേൺ, അതിനുശേഷം റെൻഡർ എന്ന് എഴുതുക. എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് റിക്വസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു, ഒരു കോമ ഇടുക. ഇപ്പോൾ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ആ ഫയലിൻ്റെ പേരെന്താണോ, അതായത് ആ ഇൻഡെക്സ് എന്നുള്ള ആ ഫയലിൻ്റെ പേര് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിത് അഗെയിൻ ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് ഈ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്യിക്കുന്നുണ്ട്. റൺ ചെയ്യിപ്പിക്കാൻ പൈത്തൺ സ്പേസ് manage.py സ്പേസ് റൺ സെർവർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ആയിട്ടുണ്ട്. നമുക്കിതിലൊന്ന് ജസ്റ്റ് ഈ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളെ പ്രൊജക്റ്റ് വർക്ക് ചെയ്ത് വന്നു. ഇതിലെന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ടെംപ്ലേറ്റ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ കൊടുത്ത ടെംപ്ലേറ്റ്സ് ഇതിൽ കറക്റ്റായി വന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് മിസ്റ്റേക്ക് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളെ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക്. നമുക്ക് ഈ പ്രൊജക്റ്റിൻ്റെ ഉള്ളിലല്ല എഴുതേണ്ടത്, നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആപ്സിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതിലേക്ക് നമുക്കിത് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ആപ്സിൻ്റെ ഉള്ളിലേക്കായിട്ട് അത് മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ആപ്സിൻ്റെ ഉള്ളിൽ ടെംപ്ലേറ്റ്സ് എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിലാണ് നമുക്ക് ആ index.html എന്ന് വരുന്നത്. എഗെയിൻ നമുക്കൊന്നും കൂടി സേവ് ചെയ്ത് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സ്ക്രീനിൽ വെൽക്കം ടു ജാങ്കോ എന്നുള്ള മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് വന്നു. അപ്പോൾ നമ്മൾ ഇൻഡെക്സ് എന്ന് കൊടുത്തത് ഓക്കെയാണ്. ഓക്കെ, നമുക്കിത് ഇൻഡെക്സ് എന്നുള്ള കൊടുത്തത് ഓക്കെയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാറ്റിക് എന്നുള്ള ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. സ്റ്റാറ്റിക് എന്നുള്ള ഫോൾഡർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ് ഫയൽ, അതേപോലെ തന്നെ ഫോൺസ്, ലൈബ്രറീസ്, ഇമേജസ്, അതേപോലെ CSS, ഇങ്ങനെയുള്ള അഡീഷണൽ ആയിട്ട് വരുന്ന ഫയലുകളൊക്കെ, സ്ഥിരമായിട്ട് നിൽക്കുന്ന ഫയലുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാറ്റിക്സ് എന്നുള്ള ഫോൾഡർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഫോൾഡർ ഈ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ, ഓക്കെ, നമ്മുടെ ആപ്പിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ആ ഫോൾഡറിൻ്റെ പേര് സ്റ്റാറ്റിക് എന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഫോൾഡറിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഞാൻ താൽക്കാലികമായിട്ടൊരു CSS ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. style.css എന്ന് ചേർത്ത് കൊടുത്തു. ഇനി H1 എന്നുള്ള ആ നമ്മൾ ഉപയോഗിച്ച ആ ടാഗിന് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാനാണ്. അപ്പോൾ ഇവിടെ വന്ന് ബാക്ക്ഗ്രൗണ്ട് കളർ, ഇവിടുന്ന് ഒരു കളറും ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്തു. ഇനി ഇതിന് ശേഷം നമുക്കിവിടെ നിന്ന് സെറ്റിങ്സിൻ്റെ ഉള്ളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. അപ്പോൾ സെറ്റിങ്സ് എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഈ ഒരു ഫയലിൻ്റെ സ്റ്റാറ്റിക് URL എന്നതിൻ്റെ നേരെ താഴെയായിട്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്യാം സ്റ്റാറ്റിക് ഫയൽസ്. അതിനുശേഷം എന്ത് ചെയ്യുക, അണ്ടർസ്കോർ ഇടുക. എന്നിട്ട് ഡയറക്ടറീസ്
ES എന്ന് എഴുതുക. എന്നിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ട് ഇതുപോലെ എഴുതുക OS ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ OS എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ വന്ന് പാത്ത് ജോയിൻ, വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യുക, വീണ്ടും ബേസ് ഡയർ എന്ന് എഴുതുക. അതിനുശേഷം ഒരു സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ സ്റ്റാറ്റിക് എന്നും ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്കിതിലേക്ക് ഈ OS എന്നുള്ളത് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിതിൻ്റെ ഏറ്റവും മുകളിൽ പോയിട്ട് നമുക്കിവിടെ വന്ന് ഇതൊന്ന് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ട് എന്ന് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ആ കൊടുത്ത OS എന്നുള്ളതും കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഇൻഡെക്സ് എന്നുള്ള ഫയലിലേക്ക് പോവുക. അപ്പോൾ ഇൻഡെക്സ് ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിലാണ് ഇൻഡെക്സ് എന്നുള്ള ഫോൾഡർ അല്ലെങ്കിൽ ആ ഫയൽ ഓപ്പൺ ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, CSS ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു $സൈൻ ഇട്ടു. എന്നിട്ട് ഇവിടെ വന്ന് ഇതിൻ്റെ മുകളിൽ ലോഡ് സ്റ്റാറ്റിക് എന്നെഴുതുക. ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്തു. ഇനി ഇവിടെ വന്ന് ലിങ്ക് റിലേഷൻ സ്റ്റൈൽ ഷീറ്റ് HREF ഇതിൻ്റെ ഉള്ളിൽ ഒരു ബ്രേസസ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഇവിടെ വന്ന് ഒരു % സിമ്പൽ ഇടുക. അതിന് ശേഷം നമ്മുടെ ഇവിടുന്ന് സ്റ്റാറ്റിക് എന്നെഴുതിയതിന് ശേഷം സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ആ ഫയലിൻ്റെ പേര് ചേർത്ത് കൊടുക്കുക. style.css എന്ന് ചേർത്ത് കൊടുത്തു. style.css എന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഇവിടെ വന്ന് $സൈൻ ഇട്ടിട്ട് % സിമ്പിൾ വെച്ചിട്ട് അത് നമുക്ക് ക്ലോസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ഇത് ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും എഗെയിൻ ഇതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ കൊടുത്ത CSS വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്യിക്കുമ്പോൾ ആ CSSഉം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ടെംപ്ലേറ്റ്സും അതേപോലെ തന്നെ CSSഉം കൊടുത്ത എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഓക്കെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ HTML എന്നുള്ളതും അതേപോലെ തന്നെ ഈ CSS എന്നുള്ളതും ഞാൻ ഇവിടുന്ന് കറൻറ്റിൽ ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തത് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്കിവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. അതേപോലെ തന്നെ ഈ CSS ഫയലും നമുക്കിവിടുന്ന് ഡിലീറ്റ് ചെയ്യാം, അതും വേണ്ട. അപ്പോൾ ഇവിടെ വന്ന് സ്റ്റാറ്റിക് എന്ന ഫോൾഡറിൻ്റെ ഉള്ളിലത്തെ CSS ഫയൽ ഞാനിപ്പോൾ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ടെംപ്ലേറ്റ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ടെംപ്ലേറ്റ്സ് തന്നെ നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്യാം. ഫ്രീ CSS ടെംപ്ലേറ്റ്സ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെംപ്ലേറ്റ്സ്, ഫ്രീ CSS ടെംപ്ലേറ്റ്സ്. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റൽ എന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകളൊക്കെ കിട്ടാനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇവിടെ 245 മെഡിക്കൽ വെബ്സൈറ്റിൻ്റെ ടെംപ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൽ കുറേ മോഡലുകൾ കാണിക്കുന്നുണ്ട്. നമുക്ക് നല്ലത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഞാൻ 1-2 ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഞാനിതിൽ ഏതെങ്കിലും ഒന്നാണ് ചൂസ് ചെയ്യുന്നത്. ലൈവ് ഡെമോയിലൊന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിലുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇത് പോരാ, നമുക്ക് വേറെ ഒന്നുകൂടി നോക്കാം. ഇതെങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, ലൈവ് ഡെമോ ഒന്ന് നോക്കാം. ഓക്കെ, ഇത് കുഴപ്പമില്ല. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടിയും അടിപൊളിയായിട്ട് ഇതിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റ് കൊടുക്കാൻ. ഓക്കെ, ഇത് നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിതിവിടെ വെച്ച് ക്ലോസ് ചെയ്ത് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡൗൺലോഡായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഞാനത് കട്ട് ചെയ്തെടുത്ത് ഡെസ്ക്ടോപ്പിലേക്ക് നമ്മൾ ഈ അപ്ലോഡ് എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് ഞാനിത് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഇതിനൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതൊന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യാം. ഇവിടെ വെച്ച് നമുക്കൊന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യാം. ഇനി ഈ ഫോൾഡറിൻ്റെ ഉള്ളിൽ പോയതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലത്തെ HTML പേജുകൾ എല്ലാം നമുക്കിവിടുന്ന് കോപ്പി ചെയ്തെടുക്കാം. ഇതിലെല്ലാം ഒന്നും നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. നമുക്ക് വേണ്ടത് ഏതാണോ അത് നമുക്കിവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ HTML പേജുകൾ മുഴുവനായിട്ടും ഞാൻ എന്ത് ചെയ്തു, കോപ്പി ചെയ്തെടുത്തു. അതിനുശേഷം നമുക്കിതിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അത് പെട്ടെന്ന് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ കണ്ടെയ്ൻ ഫോൾഡർ എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഫോൾഡർ സിസ്റ്റം ഇവിടെ കാണിക്കും. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം,
ടെംപ്ലേറ്റ്സ് എന്നുള്ള ഉള്ളിലേക്ക് ആ ഫയലുകളൊക്കെ നമുക്കൊന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇൻഡെക്സ് ഫയലുകളൊക്കെ ഇതിലേക്ക് HTML ഫയലുകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്കിവിടെ വന്ന് ആ CSS ഫയലുകളൊക്കെ നമുക്കിതിലേക്ക് കോപ്പി ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് CSS ഇമേജ്, ജാവാസ്ക്രിപ്റ്റ്, ലൈബ്രറി, അതേപോലെ SCS ഇതും ഞാനിവിടുന്ന് കോപ്പി ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ആ സ്റ്റാറ്റിക് എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് ഇതും ആഡ് ചെയ്യാം. സ്റ്റാറ്റിക് എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് ഇതും നമ്മളിവിടെ നിന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ടെംപ്ലേറ്റ്സ് ഫോൾഡറും അതേപോലെ സ്റ്റാറ്റിക് ഫോൾഡറിലേക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തു. അപ്പോൾ ഈ സ്റ്റാറ്റിക് എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ടെംപ്ലേറ്റ്സ് എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. എഗെയിൻ നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. എന്താണ് ഇതിൽ മാറ്റം വരുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഉപയോഗിച്ച ടെംപ്ലേറ്റ്സിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നോക്കി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ CSS ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് ജസ്റ്റ് ആ വെബ്സൈറ്റ് മാത്രമായിട്ടാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആവശ്യമുള്ള CSSകൾ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് ടെംപ്ലേറ്റ്സ് എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിൽ പോയതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഹോസ്പിറ്റൽ അതിൻ്റെ ഉള്ളിൽ ടെംപ്ലേറ്റ്സ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇൻഡെക്സ് എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് CSS എഴുതി തുടങ്ങാം. ഏറ്റവും മുകളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലോഡ് സ്റ്റാറ്റിക് എന്ന് ചേർത്തു, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്കിതിൻ്റെ ഉള്ളിൽ ലോഡ് അതിനുശേഷം സ്റ്റാറ്റിക് എന്ന് ചേർത്തു. ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, ഇനി നമ്മളിവിടെ എവിടേക്കാണോ ഇതിൻ്റെ ഉള്ളത്തെ ഫയലുകൾ യൂസ് ചെയ്യുന്നത് അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ലിങ്ക് റിലേഷന് ഫേവ് ഐക്കണിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. ഒരു $സൈൻ ഇട്ടു, സ്റ്റാറ്റിക് എന്ന് ചേർത്തു. ഈ ഭാഗം മാത്രമായിട്ട് എന്ത് ചെയ്യുക, സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക. ഇതിവിടെ വെച്ച് അവസാനിപ്പിച്ചു. എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കാം, നമുക്കൊന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് വഴിയെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാം. ഫോണ്ട് ഇതൊന്നും നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ അതേപോലെ തന്നെ നിൽക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൈബ്രറീൻ്റെ മുമ്പിൽ നമുക്കിവിടെ വന്ന് ചേർത്ത് കൊടുക്കാം. സ്റ്റാറ്റിക് എന്ന് ചേർത്തു, സ്പേസ് ഇട്ടു. ഇതിന് ഒരു സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിലായിട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഇവിടെ വന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ചേഞ്ച് വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, ചേഞ്ച് ഒന്നും വന്നില്ല. നമുക്ക് അടുത്തത് ചെക്ക് ചെയ്യാം. വിഗെയിൻ ഇവിടെ വന്ന് $സൈൻ ഇട്ടു, സ്റ്റാറ്റിക് എന്ന് ചേർത്തു, സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഇതിട്ട് കൊടുത്തു. ഇവിടെ വന്ന് ഇത് നമുക്കിവിടെ വെച്ച് ക്ലോസ് ചെയ്തു, ബ്രാക്കറ്റ് വീണ്ടും ക്ലോസ് ചെയ്തു. ചേഞ്ച് വന്നിട്ടില്ല. സെയിം ഏതാണ്ട് അതേപോലെ തന്നെ നിൽക്കുകയാണ്. ഇതിൽ ആ CSS മെയിൻ CSS ഒക്കെ ആഡ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ ചേഞ്ച് വരിക. അപ്പോൾ ബൂട്ട്സ്ട്രാപ്പ് ഒന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. വീണ്ടും ഇവിടെ വന്ന് $സൈൻ ഇട്ടു, സ്റ്റാറ്റിക് എന്ന് ചേർത്ത് കൊടുത്തു, സ്പേസ് ഇട്ടു, സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബൂട്ട്സ്ട്രാപ്പ് ഇത് കൊടുത്താൽ ഏതാണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും നമുക്ക് CSS അല്ലെങ്കിൽ സ്റ്റൈൽ ചേഞ്ച് ചെയ്തതായിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇതിൻ്റെ ഒന്ന് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇൻകോഗ്നിറ്റോ വിൻഡോയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. മേ ബി സ്റ്റൈലുകളൊക്കെ അതിലേക്ക് ആഡായി വരും. ഇല്ല, സെയിം അതേ രൂപത്തിൽ തന്നെ, ഒരു മാറ്റമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ താഴെ ഈ CSS ഇത് കൊടുക്കുമ്പോൾ ഏതാണ്ട് എല്ലാം കറക്റ്റ് ആവും. അപ്പോൾ ഇവിടെ വന്ന് വീണ്ടും സ്റ്റാറ്റിക് എന്ന് ചേർത്തു, സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഇതിട്ട് കൊടുത്തു. ഇവിടെ വന്ന് സിംഗിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്തു, വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ചേഞ്ച് വരുന്നുണ്ട് നോക്കാം. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. നമുക്കത് ഓരോന്നായിട്ട് നമുക്ക് വരുത്താം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇവിടെ വന്ന് CSS ആഡ് ചെയ്യാം. വീണ്ടും ഇവിടെ വന്ന് സ്റ്റാറ്റിക് എന്ന് ചേർത്തു. ഇവിടെ വന്ന് സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തു. ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കുകയും പെർസെൻറ്റേജ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, എഗെയിൻ നമുക്കിതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഇവിടെ ഇനി ജാവാസ്ക്രിപ്റ്റ് കൊടുക്കുമ്പോഴാണ് ഇത് ശരിയാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ള CSSകളൊക്കെ എഴുതി. ഇനി നമുക്ക് ഏറ്റവും താഴെ ഇതിലേക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഭാഗമുണ്ട്, അതുകൂടി നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് ശരിയാക്കുക. ഇതിൽ കുറച്ചധികം ഫയലുണ്ട്. ആദ്യം തന്നെ നമുക്കിവിടെ വന്ന് ഇതിലുള്ള എല്ലാ ഫയലിനും നമുക്ക് സ്റ്റാറ്റിക് ഒന്ന് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇത് നമ്മൾ മുമ്പൊരിക്കൽ ഒരു വീഡിയോയിൽ ഇതെങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനിതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്റ്റാറ്റിക് ഫയൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റാറ്റിക് ഫയൽ ചേർത്ത് കൊടുത്തതിന് ശേഷമുള്ള ബാക്കി വീഡിയോസ് ആയിരിക്കും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയുക. അപ്പോൾ ഓരോ ചേഞ്ച് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വരുത്തി വെക്കുക. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്ന് ചെയ്ത വർക്കിൻ്റെ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റെപ്പോസിറ്ററിലായിട്ട് അതിൻ്റെ ഗിറ്റബ് ഐ ഡി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ഈ ഇന്ന് ചെയ്ത കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ കമ്മിറ്റിൽ പോയതിന് ശേഷം പാർട്ട് 2 എന്നുള്ളത് സെലക്ട് ചെയ്യുക. പാർട്ട് 1 എന്ന് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത വർക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വരുത്തിയ മാറ്റങ്ങളൊക്കെ നമുക്ക് പാർട്ട് 2 എന്ന ഭാഗത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഓരോന്ന് സെറ്റ് ചെയ്തിട്ട് ഇത് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ പറയുക. അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ വർക്കാവാത്തതോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.